തൂവാനത്തുമ്പികളിൽ പാടും മുമ്പ് ഞാൻ 1-2 സിനിമകളിൽ പാടിക്കഴിഞ്ഞിരുന്നു. നവോദയയുടെ 1 മുതൽ 0 വരെ ഉൾപ്പെടെ. എൻ്റെ പേര് ഇതിൽ പത്മരാജൻ സാറിനോട് സജസ്റ്റ് ചെയ്യുന്നത് പെരുമ്പാവൂർ രവിച്ചേട്ടനാണ്. 13 ദിവസം മദ്രാസിൽ 2 പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ ഞങ്ങൾ താമസിച്ചു. പാട്ട് ഗംഭീര ഹിറ്റായി. അടുത്ത സിനിമ 3-ാം പക്കമാണ്. പോയ സിനിമയിലെ ഒരു പാട്ട് പെരിയ ഹിറ്റ്. அந்த സിംഗർക്ക് இந்த സിനിമയിൽ ഒരു സോളോ കൊടുക്കുക വേണമെന്ന് സാറാണ് രാജ സാറിനോട് പറയുന്നത്. അപ്പോൾ സാറ് ഇങ്ങ വേറെ സിംഗേഴ്സ് ഇருக்கு, അത് പോതും എന്ന് പറഞ്ഞു. അതായത് ഡയറക്ടർ വഴി ഒരു ഗായകൻ വരുന്നത് അന്ന് രാജ സാറിന് തീരെ ഇഷ്ടമായിരുന്നില്ല. ഞാൻ എങ്ങനെ പാടിയാലും അത് തപ്പ് എന്ന് കൺസോളിൽ നിന്നും രാജ സാറ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മൈക്കിൻ്റെ മുന്നിൽ വളരെ വിനയാന്വിതനായി ശരി സർ എന്നും പറയുന്നു. അപ്പോൾ സാർ അവിടെ അകത്ത് പത്മരാജൻ സാറിനോട് എനക്ക് തപ്പുന്ന അവനക്ക് സരിയാ. സാർ ദേഷ്യത്തിലാണ്. ഇന്ത പയ്യനെ ഉഴയ്ക്കണം പത്മരാജൻ രാജ സാർ പറയുന്നുണ്ട്. ഇതെന്നോട് പിന്നീട് പത്മരാജൻ സാറ് പറഞ്ഞാണ്. ഇടയ്ക്കൊരു ബ്രേക്ക് ടൈമിൽ ഞാൻ വെളിയിൽ ചാടിയിറങ്ങി. പ്രസാദ് സ്റ്റുഡിയോയുടെ മുറ്റത്ത് പത്മരാജൻ സാറ് നിൽക്കുന്നുണ്ട്. സർ, ഇതെന്നെക്കൊണ്ട് നടക്കും എന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, എടാ വേണു, ഞാൻ രാവിലെ 4 മണിക്ക് ഒരു കഥ എഴുതാൻ ഇരിക്കുമ്പോൾ ഈ ലോകത്തിനി ആരും എന്നെ വെല്ലാൻ ഇല്ല എന്നാണ് എൻ്റെ മനസ്സിൽ. നിനക്കൊരു ജോലി തന്നു, നീ പോയി ധൈര്യമായി ചെയ്യ്, ആരെയും പേടിപ്പിക്കാൻ സമ്മതിക്കരുത്. അങ്ങനെ പാടിത്തീർത്ത ഉണരുവീ ഗാനം മുരുകുമെന്നുള്ളം എന്ന പാട്ടിന് എൻ്റെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് 1988 കിട്ടി.